പിന്നെ ഈ കാര്യത്തിൽ അവളെ മാത്രമല്ലല്ലോ, നിന്നെയും കുറ്റം പറയണം. നിന്നെ മാത്രം വിശ്വസിച്ച ഗർഭിണിയായ ഒരു ഭാര്യ ഉണ്ടെന്ന് പോലും കരുതാതെ കണ്ട കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിക്കോളും. പ്രീതി വെറുതെ അഭിനയിച്ചതായിരിക്കൂല്ലേ? അവള് ശരിക്കും ഗർഭിണിയാവാൻ സാധ്യതയില്ലല്ലോ. എനിക്കൊന്നും അറിയില്ലമ്മേ. എല്ലാ വൃത്തികേടുകളും ഒപ്പിച്ച ശേഷം നിനക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കാണോ? നിനക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ലേ? മഞ്ജു ഇതിനെക്കുറിച്ച് അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവൾ ഉറപ്പായും നിന്നെയും ഈ വീടിനെ വിട്ട് ഇറങ്ങിപ്പോവും. സത്യം അറിഞ്ഞ അവളുടെ കുഞ്ഞിന് വരെ അപകടം സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ വേണോന്ന് വെച്ചിട്ടാണോ അമ്മ ഇതൊക്കെ ചെയ്തത്? പറ്റിപ്പോയി. സത്യം പറഞ്ഞ അന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. എങ്ങനെ ഓർമ്മയുണ്ടാവാനാ? അതുപോലെ കുടിച്ചിട്ടല്ലേ നീ വന്നത്? നിന്നോട് ഈ നശിച്ച ശീലം നിർത്താൻ എത്ര തവണ ഞാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് മുഖവിലയ്ക്ക് പോലും നീ എടുത്തില്ല. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ കുടി കാരണം ഈ കുടുംബം തകർച്ചയുടെ വക്കില വന്ന് നിൽക്കുന്നത്. ഇപ്പൊ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ തീരുമാനിക്കാനേ പറ്റൂ. നടന്നതൊന്നും മഞ്ജു അറിയാതെ നോക്കുക ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. അത് മാത്രല്ല, പ്രീതിയെ നമ്മൾ പേടിക്കാതെ പറ്റില്ല. അവള് മഞ്ജുവിനെയോ നാട്ടുകാരെയോ സത്യം അറിയിച്ച എല്ലാം ഒറ്റയടിക്ക് തകരും. അവളോട് നയത്തി സംസാരിച്ച് അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. അവൾക്ക് എന്ത് ഉദ്ദേശം ഉണ്ടാവാനമ്മേ? സംഭവിച്ചതിൽ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. മഞ്ജുവിനെ ഒരു സഹോദരിയെ പോലെ അവൾ കാണുന്നത്. അവൾ ഒരിക്കലും എന്റെയും മഞ്ജുവിന്റെയും കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കില്ല. നീ ഇങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചോ? എത്ര മോശം അനുഭവം ഉണ്ടായാലും പഠിക്കരുത്. പ്രീതിക്ക് നിന്നെയും മഞ്ജുവിനെയും പിരിക്കാനുള്ള ഉദ്ദേശമുണ്ട്. അതെനിക്ക് ഉറപ്പാ. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ പറ്റില്ല. അവള് കാരണം ഈ കുടുംബം തകരാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്തായാലും പ്രീതിയോടൊന്ന് സംസാരിക്കണം. ഞാനോ? പിന്നല്ലാതെ. എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റില്ലമ്മേ. കുറ്റബോധം കൊണ്ട് അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എടാ, വേറെ വഴിയൊന്നുമില്ലല്ലോ. ഞാൻ അവളോട് സംസാരിച്ചോളാം. പക്ഷെ നീയും കൂടെ ഉണ്ടാവണം. എഴുന്നേക്ക്, എണീറ്റ് പാടാ വാടാ. പ്രീതി, പ്രീതി, എന്താ അമ്മേ? നിന്റെ അസുഖത്തിന് കുറവുണ്ടോ? ഛർദിയോ തലകറക്കോ എന്തെങ്കിലും ഉണ്ടോ? അമ്മയും മോനും നന്നായി പേടിച്ചിട്ടുണ്ട്. ഇവരുടെ ടെൻഷൻ കുറച്ച് കൂട്ടിക്കളയാൻ എന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കാൻ ഈ തള്ള പഠിക്കട്ടെ. നീ എന്താ ഒന്നും പറയാത്തത്? ഇല്ലമ്മേ, ഛർദി ഇപ്പോഴും നിന്നിട്ടില്ല. തലചുറ്റലും ഉണ്ട്. നീ പ്രഗ്നന്റ് ആണോ? എനിക്ക് ഉറപ്പില്ലമ്മേ. പക്ഷെ പ്രഗ്നന്റ് ആണോ എന്നുള്ള സംശയം എനിക്കും ഉണ്ട്. അമ്മയും കിരീട്ടിനും പേടിക്കണ്ട. എന്റെ വീട്ടുകാര് എന്നെ പുറത്താക്കിയ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ എത്തിയവരാ നിങ്ങൾ. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഒരു ചീത്തപ്പേരും ഉണ്ടാവില്ല. ഗിരിയേട്ടൻ ഇതൊരു അബദ്ധമായി മാത്രമാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം.
അതിന് ഞാൻ ഒരിക്കലും ഗിരിയേട്ടനെ കുറ്റപ്പെടുത്തില്ല. ഞാൻ പ്രഗ്നന്റ് ആണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഞാൻ എന്തായാലും വൈകാതെ കാനഡയിലേക്ക് പോവാ. എന്റെ കൂടെ ഞാൻ കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോളാം. നിങ്ങൾക്കൊരു ശല്യമില്ലാതെ ഞങ്ങൾ ദൂരെ ജീവിച്ചോളാം. ഇത്രയും കാലം എന്തിനും ഏതിനും എനിക്ക് താങ്ങായി നിന്നിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ കാനഡയിലേക്ക് വരാൻ വരെ തയ്യാറായതായിരുന്നു. ഗിരിയേട്ടന് വേണ്ടി സാക്ഷി പറഞ്ഞതോടെ ഞങ്ങൾ തമ്മിൽ തെറ്റി. അന്ന് ഞാനെടുത്ത നിലപാട് തന്നെയായിരുന്നു ശരിയെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛനില്ലാതെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും എന്ന വിഷമത്തിലായിരുന്നു ഞാൻ. ഒറ്റയ്ക്കായി എനിക്ക് ദൈവമായി തന്ന കൂട്ടായി ഈ കുഞ്ഞിനെ ഞാൻ കരുതിക്കോളാം. നിനക്കെന്താ വട്ടു പിടിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. ഞാൻ ഒരു കുഞ്ഞിനെ കൊന്നതാ. ഇനി എനിക്കതിന് കഴിയില്ല. നീ പറയുന്നത് എന്താണെന്ന് വല്ല ബോധമുണ്ടോ? ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. നിങ്ങളെ ഞാനൊന്നും അറിയിക്കുക പോലും ചെയ്യില്ല. ഇനിയും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഗിരിയേട്ടൻ പറയട്ടെ, ഞാൻ അനുസരിക്കാം. കഴിഞ്ഞ വട്ടം കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ എന്തുമാത്രം തകർന്നു പോയതാണെന്ന് ഗിരിയേട്ടൻ കണ്ടതാ. എന്നോട് അദ്ദേഹം വീണ്ടും അത് ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നെ അത്രയും വിഷമിപ്പിക്കാൻ ഗിരിയേട്ടന് കഴിയില്ല. മഞ്ജുവിന്റെ അത്രയില്ലെങ്കിലും എനിക്കും ഗിരിയേട്ടന്റെ മനസ്സിൽ ചെറിയൊരു സ്ഥാനമുണ്ടമ്മേ. നീ കൂടുതൽ സ്വപ്നം കാണുമൊന്നും വേണ്ട. നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലല്ലോ. ആദ്യം അത് ഉറപ്പിക്കേ, എന്നിട്ട് പിന്നെ ഗിരിയുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. മഞ്ജുവിനോട് സത്യം തുറന്നു പറയുന്നതല്ലേ നല്ലത്. അവളെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ചതിക്കും? അമ്മ പറഞ്ഞതുപോലെ അവളുടെ ഈ അവസ്ഥയിൽ സത്യം അറിഞ്ഞ അത് കുഞ്ഞിനെയും ബാധിച്ചു എന്ന് വരും. കുഞ്ഞ് ജനിക്കുന്നതുവരെ മഞ്ജുവിനെ ഒന്നും അറിയിക്കാതെ നോക്കാം. എന്താ ഗിരിയേട്ട ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഗിരിയേട്ടനെ കണ്ടാൽ അറിയാം എന്തോ ടെൻഷൻ ഉണ്ടെന്ന്. എന്താ കാര്യം?